വയനാട്ടിൽ ഹിന്ദു വീടുകളിൽ കയറിയാൽ കാല് വെട്ടുമെന്ന ബജ്റംഗ് ദളിന്റെ ഭീഷണിയിൽ സ്വമേധയാ കേസെടുത്ത് വയനാട് സുൽത്താൻ ബത്തേരി പോലീസ്. പാസ്റ്ററെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നടപടി. കലാപത്തിന് ആഹ്വാനം ചെയ്യൽ, സംഘം ചേർന്നുള്ള ഭീഷണി തുടങ്ങിയ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. ലിനറ്റ് വർഗീസ് ചേരുന്നു വിവരങ്ങളുമായി. ലിനറ്റ്, ആർക്കെതിരെയാണ് കേസ് എന്ന കാര്യത്തിൽ അതിൽ വ്യക്തമല്ല എന്നാണ് കഴിഞ്ഞ ബുള്ളറ്റിനിൽ ലിനറ്റ് പറഞ്ഞത്. പോലീസിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് തുടർ നടപടി ഇതിൽ? ലക്ഷ്മി, കഴിഞ്ഞ ഏപ്രിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പരാതിയൊന്നും ലഭിച്ചിരുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരി പോലീസിൽ നമ്മൾ അവരോട് സംസാരിച്ചപ്പോൾ പറയാൻ സാധിച്ചത്. ഈ രണ്ടു കൂട്ടരെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി സംസാരിച്ചിരുന്നു എന്ന് പോലീസുകാർ വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്ന് ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ഒരു വീഡിയോ പ്രചരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സുൽത്താൻ ബത്തേരി പോലീസ് ഇന്ന് സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. കലാപ ആഹ്വാനത്തിനും അതോടൊപ്പം തന്നെ സംഘം ചേർന്നുള്ള ഭീഷണിപ്പെടുത്തലും ആണ് എഫ്ഐആറിൽ ചുമത്തിയിരിക്കുന്നത്. ഇത്തരം വകുപ്പുകളൊക്കെ തന്നെ ചുമത്തിയാണ് സുൽത്താൻ ബത്തേരി പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഇന്ന് സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇതാരാണെന്ന് ഇനിയും വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ഈ ഒരു പ്രവർത്തകരാരാണ്, അവരുടെ പേര് വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെ കണ്ടെത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിരിക്കുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. കഴിഞ്ഞ ഏപ്രിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ബത്തേരി ടൗണിൽ വെച്ചുണ്ടാകുന്നത്. ഈ വെക്കേഷൻ ക്യാമ്പിന് വേണ്ടി കുട്ടികളെ ക്ഷണിക്കാൻ ചെന്ന പാസ്റ്റർക്ക് നേരെയാണ് ഇത്തരത്തിൽ ഉള്ള ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. ഈ സംഘപരിവാർ ആയിരിക്കുന്ന ഈ ബജ്റംഗ് ദളിന്റെ ആണ് ഇത്തരത്തിലുള്ള പ്രവർത്തകരാണ് സുൽത്താൻ ബത്തേരി ടൗണിൽ വെച്ച് വാഹനം തടയുകയും ഈ ഒരു പാസ്റ്ററോട് ചോദ്യം ചെയ്യുകയും അതിനുശേഷം കയ്യേറ്റത്തിനൊക്കെ തന്നെ ശ്രമിച്ചിരുന്നത്. ഈ രണ്ടുപേർക്കും പരാതി ഉണ്ടായിരുന്നില്ല. ആ സമയത്തും പോലീസ് ഇവരെ രണ്ടുപേരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു, അവരോട് സംസാരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്നലെ നമ്മൾ ഈ സംഭവം ഉണ്ടായ ഈ പാസ്റ്ററോട് നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്ന അന്ന് പരാതി നൽകിയിരുന്നില്ല, ഞങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചു എന്ന രീതിയിലാണ് ന്യൂസ് മലയാളത്തിനോട് ഈ ഒരു പാസ്റ്റർ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് സ്വമേധയാ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. എന്നിരുന്നാലും കലാപാഹ്വാനത്തിനും അതോടൊപ്പം തന്നെ സംഘം ചേർന്നുള്ള ഭീഷണിപ്പെടുത്തലിനും ചുമത്തിയിട്ടാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി നിലവിലുള്ള നടപടി ഈ ആളുകളെ കണ്ടെത്തുക, അവരുടെ പേരുവിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലക്ഷ്മി. ലിനറ്റ് വർഗീസ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.